മാലാഖ നോവൽ അധ്യായം 8. കിടന്നെങ്കിലും ജിബിയയ്ക്ക് ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് എല്ലാവരെയും പോലെ പാക്കപ്പ് നടത്തി. 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ മിക്കവരും ഹോസ്റ്റൽ വിട്ടിറങ്ങി. പലരും പല രീതിയിലാണ് മടക്കയാത്ര. ബസ്സിന് പോകുന്നവരുണ്ട്, ട്രെയിനിന് പോകുന്നവർ, വീട്ടിൽ നിന്നും കാർ വരാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നവരുമുണ്ട്. ജിബിയയും വർഷയും ബെറ്റിയും ഒന്നിച്ചായിരുന്നു. ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്നും ഊണ് കഴിച്ച് 3 മണിക്ക് മെജസ്റ്റിക്കിലെത്തി. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു പെരുന്നാളിൻ്റെ ആളുണ്ടായിരുന്നു. അത് കണ്ട ജിബിയ വരണ്ടുപോയി. അവൾ ആദ്യമായിട്ടാണ് ആശ്രയിക്കാൻ ആരുമില്ലാതെ ഒരു ദീർഘ സഞ്ചാരത്തിനിറങ്ങുന്നത്. കൂടെയുള്ള ബെറ്റിയും വർഷയും അവളേക്കാൾ ടെൻഷനിലായിരുന്നു. ഐലൻഡ് എക്സ്പ്രസ് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതും അക്രമാസക്തരായ കടന്നൽ കൂട്ടം പോലെ യാത്രികർ അതിൻ്റെ വാതിലുകളുടെ നേർക്ക് ആർത്തിരമ്പി. എത്ര തിക്കിത്തിരക്കിയിട്ടും ജിബിയ പിന്തളപ്പെട്ടുകൊണ്ടേയിരുന്നു. വർഷയും ബെറ്റിയും എങ്ങനെയോ കയറിപ്പറ്റി. ജിബിയ ഒരു തവണ വാതിലിനടുത്ത് വരെ എത്തിയതായിരുന്നു. പക്ഷെ സൂട്ട് കേസിൽ കയ്യിൽ നിന്നും ആരോ വലിച്ചെടുത്തതുപോലെ പിടിവിട്ടുപോയി. അത് മറ്റുള്ളവർ നിലത്തിട്ട് ചവിട്ടി. വല്ലവിധേനയും അവൾ പിന്നോട്ട് മാറി. ആളുകളുടെ കാൽക്കീഴിൽ നിന്നും സ്യൂട്ട് കേസ് വലിച്ചെടുത്തു. ഒടുവിൽ നോക്കുമ്പോൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലും മറ്റുള്ള കമ്പാർട്ട്മെൻറ്റിലും ഒരു ഈച്ചയ്ക്ക് പോലും കടന്നു കയറാൻ പറ്റാത്ത ഞെരുക്കം. ട്രെയിനിൻ്റെ വാതിലിലും ചവിട്ടുപടിയിലും വരെ യാത്രക്കാർ. അകത്തേക്ക് ഞെരുങ്ങിക്കയറിപ്പോയ വർഷയും ബെറ്റിയും കാണാൻ പോലുമില്ല. തൻ്റെ ലഗേജും കൊണ്ട് കയറാൻ പറ്റില്ലെന്ന് ജിബയ്ക്ക് ബോധ്യപ്പെട്ടു. പരിഭ്രമവും സങ്കടവും കൊണ്ട് കണ്ണുകൾ നിറഞ്ഞിട്ടും അവളുടെ കാഴ്ചകൾ കൂടി മറഞ്ഞുപോയി തുടങ്ങിയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ട്രെയിനിനുള്ളിൽ നിന്നും ബെറ്റിയും വർഷയും ജനാലയിൽ കൂടി അവളെ വിളിച്ചു. വാ വാ കയറി വാ. പക്ഷെ വാതിക്കലെത്തുമ്പോൾ അവിടെ ചവിട്ടുപടിയിൽ നിൽക്കുന്നവർ താക്കീത് ചെയ്തു. ഈ പെട്ടിയും പ്രമാണവും കൊണ്ട് അകത്ത് കയറി പറ്റാമെന്ന് വിചാരിക്കേണ്ട കുട്ടി, നടക്കില്ല. മനുഷ്യന് കാല് കുത്താൻ സ്ഥലമില്ല. അപ്പോഴാ സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ജിബിയ ജെയ്സനെ മൊബൈലിൽ വിളിച്ചു. ചേട്ടായി എവിടെയാ? ഞാൻ മജസ്റ്റിക്കിലുണ്ട്, ബസ് സ്റ്റാൻഡിനടുത്ത്. എന്താ? എനിക്ക് ട്രെയിനിൽ കയറാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ഇനി എന്നാ ചെയ്യും? ജിബിയുടെ തൊണ്ടയിടറി. എൻ്റെ കൂടെ വാ. ജിബിയെ ചെകുത്താനും കടലിനും നടുവിലെന്ന പോലെ മറുപടി പറയാനാവാതെ നിന്നു. അധ്യായം 11. ജെയ്സൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ജിബിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജെയ്സൺ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കൂടി അങ്ങിങ്ങി നടന്നു. ഐലൻഡ് എക്സ്പ്രസ് സ്റ്റേഷൻ വിട്ടു പോയിട്ടില്ല. എല്ലായിടവും നോക്കിയ ശേഷം ജെയ്സൺ ജിബിയുടെ അടുത്തേക്ക് വന്നു. ഇതിൽ കയറി പറ്റാൻ നോക്കണ്ട, വേറെ വഴി നോക്കാം. വേറെ എന്നാ വഴിയാ ചേട്ടായി? എനിക്കൊന്നും അറിയാൻ മേല. ജിബിയെ കരച്ചിലിൻ്റെ വക്കത്തെത്തി നിൽക്കുകയാണ്. ഇങ്ങനെ പേടിച്ചാലോ? കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ളൊരു സിറ്റിയിൽ വന്ന് താമസിക്കുമ്പോൾ. ധൈര്യമൊക്കെ ഉണ്ട്, എന്നാ ചെയ്യുമെന്ന് അറിയാൻ മേല. എൻ്റെ ഇപ്പം നിലവിൽ തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹോസ്റ്റൽ പൂട്ടിയ കാരണം അങ്ങോട്ട് തിരിച്ചു പോകാനും പറ്റത്തില്ല. എന്തെങ്കിലും ഹോട്ടലിലോ ലേഡീസ് ഹോസ്റ്റലിലോ മുറിയെടുക്കാമെന്ന് വെച്ചാൽ കയ്യിൽ പൈസയില്ല. അപ്പോഴെന്താ ചെയ്യണ്ടേ? എനിക്കറിഞ്ഞുകൂടാ. എന്നെപ്പോലെ സഹായിക്കാൻ സമ്മതമുള്ളവരെ വിളിച്ച് ഹെൽപ്പ് വേണമെന്ന് പറയണം. ഞാനത് തന്നെയല്ലേ ചെയ്തത്, ജിബിയ പറഞ്ഞു. അതിങ്ങനെയല്ല, കുറച്ചുകൂടി ബോൾഡായിട്ട് വേണം. ഇങ്ങനെ ഒന്നും അറിയാത്ത പൊട്ടിപ്പെണ്ണിനെ പോലെ കരഞ്ഞും പിഴിഞ്ഞും നിന്നാൽ സഹായിക്കാൻ വരുന്നവർ മുതലെടുക്കാൻ നോക്കേ. അത് കേട്ടപ്പോൾ ജിബിയെ സംശയത്തോടെ ജെയ്സനെ നോക്കി. ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിക്കണമായിരുന്നു. ചേട്ടാ, എനിക്ക് ട്രെയിൻ മിസ്സായി, നാളെ എനിക്ക് വീട്ടിലെത്തിയേ പറ്റൂ, എങ്ങനെയെങ്കിലും ചേട്ടൻ എന്നെ എത്തിക്കണം, അല്ലാതെ നിവൃത്തിയില്ല, ഇങ്ങനെ തന്നെ പറയണം. ഞാനത് ഏറ്റെടുത്താൽ പിന്നെ ഇയാളെ വീട്ടിലെത്തിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, മനസ്സിലായോ? ജിബിയ നിസ്സഹായതയോടെ തലയാട്ടി. വാ പോകാം. ജെയ്സൺ മുൻപേ നടന്നു. എങ്ങോട്ടെന്ന ചോദ്യം നാവിൻ തുമ്പിലുണ്ടെങ്കിലും ചോദിക്കാൻ അടച്ച് ജിബിയ അവനെ പിഞ്ചെന്നു. ജെയ്സൺ അവളെ ബസ് സ്റ്റാൻഡിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബസ്സിൽ തന്നെ പോകാം, ജെയ്സൺ പറഞ്ഞു. എൻ്റെ കയ്യിൽ അതിനുള്ള പൈസയില്ല. കേരള സ്റ്റേറ്റ് ബസ് കിട്ടത്തില്ലേ ഇവിടെ? ജിബിയെ ചോദിച്ചു. എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ടല്ല, എൻ്റെ കയ്യിലാകെ. മനസ്സിലായി, ടിക്കറ്റിൻ്റെ പൈസ പിന്നെ എപ്പോഴെങ്കിലും തന്നാൽ മതി. ജെയ്സൺ ജിബിയയുടെ കൂടെ ടിക്കറ്റ് തരപ്പെടുത്തി. ജിബിയയ്ക്ക് കിട്ടിയ സീറ്റിനടുത്തേക്ക് ഇരിക്കാൻ വേണ്ടി തൻ്റെ മുൻനിര സീറ്റ് മറ്റൊരാൾക്ക് വിട്ടു നൽകി. ജെയ്സണും ജിബിയയും അടുത്തടുത്ത സീറ്റുകളിലിരുന്നു. ലഗേജ് എല്ലാം ബസ്സിൻ്റെ ലോവർ കരിയറിനുള്ളിൽ എടുത്തു വെച്ചു. സഹായിച്ചത് ജെയ്സണായിരുന്നു. ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യവേ ജിബിയ
ചുരുങ്ങിക്കൂടി തമ്മിൽ സ്പർശിക്കാതിരിക്കാൻ അമിത ശ്രദ്ധ ചെലുത്തി നിശബ്ദയായി ഇരിക്കുന്നത് കണ്ടു ജെയ്സൺ. പുരുഷവിദേശിയാണോ? ജിബിയെ കണ്ണുപിടിച്ചു. എന്നെ അങ്ങനെ ചോദിച്ചേ? തൊട്ടാ പൊട്ടുന്ന പോലുള്ള ഇരിപ്പ് കണ്ടിട്ട് ചോദിച്ചതാ. ഞാൻ കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. സുന്ദരിയായ ഒരു പെൺകുട്ടി കയ്യോ തോളോ കൈവിരലോ അറിയാതെ ഒന്ന് സ്പർശിക്കുന്നത് ആർക്കാ ബുദ്ധിമുട്ട്? വല്ല കാട്ടുമൃഗങ്ങളോ ആണെങ്കിൽ പറഞ്ഞത് ശരിയാ. ഞാൻ ഒന്നാം തരം മനുഷ്യനല്ലേ, ചെറുപ്പക്കാരൻ, ബാച്ചിലർ. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് മാത്രമല്ല ഇഷ്ടമാണ്. ജിബിയ ചൂളിപ്പോയി. എന്നോടെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നോടങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, ജെയ്സൺ കുസൃതിച്ചുതിയോടെ പറഞ്ഞു. പെൺകുട്ടികളാവുമ്പോൾ അവനവനെ സൂക്ഷിക്കണ്ടായോ? വേണം വേണം, സൂക്ഷിക്കണം, നല്ലതാ, ജെയ്സൺ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. പിന്നീട് അങ്ങോട്ട് സംസാരിക്കാനുള്ള തടസ്സം മാറിക്കിട്ടി. ജെയ്സൺ തന്നെ കുടുംബങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതിനുള്ള ഫീസും മറ്റും കുടുംബത്തിന് താങ്ങാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ ജനറൽ നഴ്സിങ്ങിന് പോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. 1.5 വർഷം കൂടി കഴിഞ്ഞാൽ ഒരു GNM സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടും. നോർത്തിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറണമെന്ന് ആഗ്രഹം. ജിവിയോട് അവൻ പുതിയ ഹോസ്റ്റലിലെ താമസത്തെക്കുറിച്ചും പഠിപ്പിനെക്കുറിച്ചും ചോദിച്ചു. വീട്ടിൽ ചെന്നിട്ട് തിരിച്ചു പോരണോ വേണ്ടയോ എന്നാ ഞാൻ ആലോചിക്കുക. എനിക്ക് മതിയായി. ഹോസ്റ്റലിലെ കാര്യം ഓർക്കാനേ വയ്യ. റൂമിൽ 24 പേര് എന്നൊക്കെ പറഞ്ഞാൽ എന്ന് ഓർത്ത് നോക്കിക്കേ. എന്തൊരു നരകമോ അത്. ഫുഡ് കഴിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഓക്കാനും വരും. ബാത്റൂമിലോട്ട് കാല് കുത്താൻ അറയ്ക്കും. നാട്ടിൽ ചെന്നിട്ട് പല വീട്ടിലും അടുക്കളപ്പണിക്ക് നിൽക്കുന്നതാ ഇതിനേക്കാളും ഭേദം. ജിബിയെ തൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് വാചകരായിക്കൊണ്ടേയിരുന്നു. സാരമില്ല, ഇതെല്ലാം മാറും. ഇതിപ്പോൾ നിങ്ങളെ പുതിയ സ്ഥലത്തേക്ക് മാറ്റിയത് കൂടുതൽ സീറ്റുകൾക്ക് അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ്. ഈ മാനേജ്മെൻറ്റ് വേറെ നഴ്സിംഗ് സ്കൂളുകളും കോളേജുകളും ഉണ്ട്. തോറ്റു പിന്മാറാതെ എങ്ങനെയും പിടിച്ചു നിൽക്കുന്നവർക്ക് എവിടെയെങ്കിലും എത്താൻ കഴിയും. ജെയ്സൺ അവളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നു. പതിയെ പതിയെ ജെയ്സണും താനും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നതായി അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. യാത്രക്കിടയിൽ ജെയ്സൺ ഹാൻഡ് ബാഗിൽ കരുതിയിരുന്ന ബിസ്ക്കറ്റും വെള്ളവും അവൾക്ക് പങ്കിട്ട് കൊടുക്കാൻ ശ്രമിച്ചു. നന്ദിപൂർവ്വം അവളത് നിരസിച്ചു. പേടിയായിട്ടാണോ? ജെയ്സൺ ചോദിച്ചു. കൂടെ യാത്ര ചെയ്യുന്നവർ തരുന്ന ഒന്നും വാങ്ങിക്കഴിക്കരുതെന്ന് TV കാണാറുണ്ടേ, ജിബിയ സത്യം വെളിപ്പെടുത്തി. ജെയ്സൺ അത് നോക്കി ചിരിച്ചു. അതൊക്കെ അന്യർ വാങ്ങിത്തരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അന്യനാണോ? നമ്മുടെ ഒരു നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരല്ലേ. എൻ്റെ ക്ലാസ്മേറ്റ്സ് അല്ലല്ലോ, സീനിയർ അല്ലേ, ഒത്തിരി പരിചയമില്ലല്ലോ. അതുകൊള്ളാം. ഇപ്പോഴും എന്നെ വിശ്വാസത്തിലെടുത്തിട്ടില്ല അല്ലേ? വിശ്വാസമൊക്കെയാ, ജിബിയെ ചമ്മിയ ചിരിയോടെ പറഞ്ഞു. എന്നാലും ബിസ്ക്കറ്റും വെള്ളവും വേണ്ട അല്ലേ? അത് കഴിച്ചില്ലേ എനിക്കൊരു കുഴപ്പമില്ലെന്നേ. കഴിച്ചിട്ട് വല്ല വയറുവേദനയോ മറ്റോ വന്നാൽ പിന്നെ എന്നാ ചെയ്യും? സുല്ല്. ജെയ്സൺ പിൻവാങ്ങി. ഇടയ്ക്ക് ഏതോ തട്ടുകടയുടെ മുന്നിൽ ബസ് നിർത്തിയപ്പോൾ ജെയ്സൺ അവളോട് ചോദിച്ചു, ചായ കുടിക്കുന്നോ? ഏലക്കായുടെയും ഇഞ്ചിയുടെയും ടേസ്റ്റുള്ള സൂപ്പർ ചായ കിട്ടും. എനിക്ക് വേണ്ട. അതും പേടിയാണോ? എന്നാത്തിനാ വയറ് ചീത്തയാക്കുന്നത്? അതിപ്പോൾ അടങ്ങിയിരിക്കുക. ശരി, ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. ജെയ്സൺ എഴുന്നേറ്റ് ബസ്സിൻ്റെ മുൻഭാഗത്തേക്ക് പോയി. ചായ കുടിക്കാൻ ഇറങ്ങുന്നവർ വേറെയും ഉണ്ടായിരുന്നു. ജെയ്സൺ പോയി കഴിഞ്ഞപ്പോൾ ജിബിയയ്ക്ക് പേടി തോന്നി. ഒരു ബസ്സിനുള്ളിൽ മങ്ങിയ നീല വെളിച്ചത്തിൽ താൻ ഏതൊക്കെയോ അജ്ഞാതരുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഇതിൻ്റെ ബോർഡ് പോലും വായിച്ചില്ലല്ലോ എന്ന ഓർമ്മ അവളിൽ ഒരു അങ്കലാപ്പുണ്ടാക്കി. ഈ ബസ് മംഗലാപുരത്തിനാണോ ഗോവയ്ക്കാണോ അതോ മൈസൂരിനാണോ എന്ന് തനിക്കറിഞ്ഞൂടാ. ഒരു പെൺകുട്ടി തനിച്ച് യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്ന്, ഏതെല്ലാം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കണമെന്നും വേവലാതിയോടെ അവൾ ചിന്തിച്ചു. പുരുഷനാണെങ്കിൽ ഇത്രയും ആശങ്കകളൊന്നുമില്ല. അവന് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അവന് ധൈര്യമുണ്ട്. അവനൊന്നും നഷ്ടപ്പെടാനുമില്ല. മുൻവശത്തെ സീറ്റുകളിലേക്ക് കണ്ണോടിച്ചപ്പോൾ അതിൽ പലരും പ്രണയ ജോഡികളാണോ എന്നൊരു സംശയം തോന്നി അവൾക്ക്. മന്ത്രിക്കുന്ന പോലെ സംസാരിക്കുന്നു. അടക്കിയ ചിരിക്കുമൂതെ നിഗൂഢതയുടെ ആവരണം പൊതിയപ്പെട്ടിരിക്കുന്നു. ചായ കുടിച്ചിട്ട് തിരികെ വന്നവരിൽ പലരും ജിബിയെ നോക്കുന്നുണ്ടായിരുന്നു. ചിലരുടെ മുഖത്ത് അർദ്ധഗർഭമായ പുഞ്ചിരി. ജെയ്സൺ തിരിച്ചു വന്നപ്പോൾ ജിബിയെ പരാതി പറഞ്ഞു. ചിലരൊക്കെ വല്ലാത്ത നോട്ടാണ് നോക്കുന്നത്. നമ്മളവരെ നോക്കാതിരുന്നാൽ മതി, ജെയ്സൺ അല്പം പരുഷത്തോടെ പറഞ്ഞു. ജിബിയെ അമ്പരപ്പോടെ അവനെ നോക്കി. ചായ കുടിക്കാൻ കൂടെ ചെല്ലാതിരുന്നതിൻ്റെ നീരസമാണോ? ബസ് വീണ്ടും ഓടിത്തുടങ്ങി. 10 മണിയോടെ ലൈറ്റുകൾ മിക്കവയും അണഞ്ഞു. തീരെ മങ്ങിയ നീലവെട്ടത്ത് മാത്രം ഓരോ സീറ്റുകളെയും മറയ്ക്കുന്ന ഇളം നീല കർട്ടനുകൾ നിവർന്നു. തൊട്ടപ്പുറത്തുള്ള സീറ്റുകളിൽ ഇരിക്കുന്നവരെ പോലും കാണാൻ വയ്യ. മുമ്പിലും പിറകിലും ഉള്ളവരെ കാണാൻ നിവൃത്തിയില്ല. ബസ്സിനുള്ളിൽ ഈ 2 സീറ്റുകൾക്കിടയിൽ ഒരു സ്വകാര്യ ലോകം. ജെയ്സൺ തൻ്റെ പുഷ് ബാക്ക് സീറ്റ് പിന്നോട്ട് ചായച്ചു. സീറ്റ് ചായക്കട്ടെ? ജിബിയോട് അവൻ തിരക്കി. വേണ്ട, അവൾ പെട്ടെന്ന് പറഞ്ഞു.
ജെയ്സൺ തൻ്റെ സീറ്റിൽ ചാരിക്കിടന്നു. മുൻനിരയിലുണ്ടായിരുന്ന ആൾ സീറ്റ് ചായച്ചപ്പോൾ ജിബിയയ്ക്ക് ബുദ്ധിമുട്ടായി. ആ സീറ്റിൻ്റെ പിൻഭാഗം അവരുടെ മൂക്കിൻ തുമ്പിൽ സ്പർശിച്ചുകൊണ്ടേയിരുന്നു. ജിബിയ ജെയ്സനെ നോക്കി. അവൻ കണ്ണടച്ച് കിടക്കുകയാണ്. ചേട്ടായി, അവൾ പതിയെ വിളിച്ചു. ജെയ്സൺ കണ്ണു തുറന്നു. സീറ്റൊന്ന് ചായച്ചു തരുമോ? ഇരിക്കാൻ ബുദ്ധിമുട്ടാ. അതല്ലേ ആദ്യമേ ചോദിച്ചേ. ജെയ്സൺ അവളുടെ സീറ്റ് ചായക്കുന്നതിനിടയിൽ അവൻ്റെ ഉടലും കൈമുട്ടും അവളുടെ ദേഹത്ത് മനഃപൂർവ്വമല്ലാതെ സ്പർശിക്കുകയും അമരുകയും ചെയ്തു. ജിബിയ ശ്വാസം അടക്കിപ്പിടിച്ച് ചുരുങ്ങിക്കൂടി. സീറ്റ് ചായച്ചു കഴിഞ്ഞപ്പോൾ സുഖമായി ചാരിക്കിടക്കാമെന്നായി. ഒരു താങ്ക്സ് പോലും പറയരുത് കേട്ടോ, ജെയ്സൺ പുരുവിർത്തു. ജിബിയ അവനെ നോക്കി. തൊട്ടരികിലാണ് അവൻ കിടക്കുന്നത്. തമ്മിൽ സ്പർശിക്കാതിരിക്കണമെങ്കിൽ ശ്രദ്ധ വയ്ക്കണം. അവൻ്റെ മുഖം മങ്ങിക്കാണും. ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദം കേൾക്കാം. ഈ നിഴലുകളിൽ അവൻ സ്പർശിച്ചാൽ, ആലിംഗനം ചെയ്താൽ തനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും? ആ ഓർമ്മയിൽ അവളുടെ മനസ്സമാധാനം പോയി. അല്പം കഴിഞ്ഞപ്പോൾ ജെയ്സൻ്റെ കൂർക്കം വലി നേർത്തു കേൾക്കാം. അവൻ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ ഭയമെല്ലാം വെറുതെ ആയിരുന്നല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ജാള്യം തോന്നി. ക്രമേണ മയക്കം അവളുടെ കണ്ണുകളിലേക്കും വന്നു. ശരീരം ബസ്സിൻ്റെ കുലുക്കങ്ങളുമായി രമ്യതയിലായി. നീണ്ട പാലങ്ങൾ കയറുമ്പോഴോ ടോളുകൾ നിർത്തുമ്പോഴോ മാത്രം ജിബയ്ക്ക് ഉറക്കം ഞെട്ടി. അപ്പോഴെല്ലാം അവൾ കണ്ണുമിഴിച്ച് ജെയ്സനെ നോക്കി. അവൻ ഉറങ്ങുന്നത് കണ്ട് മനസമാധാനത്തോടെ അവളും ഉറങ്ങി. വെളുപ്പാങ്കാലത്ത് എപ്പോഴോ ജിബിയെ കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ചയിൽ അവളെ തന്നെ അമ്പരപ്പിച്ചു. തൻ്റെ തല ജെയ്സൻ്റെ തോളത്താണ്. അവൾ അങ്ങോട്ടറിയാതെ ചാഞ്ഞു പോയതാണ്. അവൻ പുതപ്പിച്ചിരുന്ന ഷാൾ കൊണ്ട് തന്നെ കൂടി പുതപ്പിച്ചിട്ടുണ്ട്. ബസ്സിനുള്ളിൽ കുളിര് തോന്നുന്നത്ര തണുപ്പ്. ഷാൾ മെല്ലെ മാറ്റിയതും എ സിയുടെ തണുപ്പ് ഉടലിലേക്ക് അരിച്ചു കയറി. മാറ്റിയിട്ട ഷാളിൻ്റെ തുമ്പ് പരുതിയെടുത്ത് പതിയെ തൻ്റെ തോളത്തുകൂടി പുതച്ച് വീണ്ടും ജെയ്സനെ നോക്കി. ഒന്നും അറിഞ്ഞിട്ടില്ല. സുഖകരമായ ഉറക്കം. ജിബിയ കണ്ണടച്ചു. നേരം വെളുത്ത് 8 മണിയോടെ കോട്ടയം പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തി. രണ്ടുപേരും ഇറങ്ങി. ലഗേജ് എടുത്തു. ജിബയ്ക്ക് ഏറ്റുമാരിയിൽ ഇറങ്ങായിരുന്നല്ലോ. അതല്ലായിരുന്നു എളുപ്പം. ആണോ? എനിക്കറിയാൻ മേലായിരുന്നു. എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ കണ്ണും പൂട്ടി കിടക്കുക. ആ സുഖം നശിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. എന്നെ ഇന്നലെ ഷാള് പുതപ്പിച്ചാലായിരുന്നു. ആ, ഞാൻ നോക്കുമ്പോൾ തണുത്തിട്ട് ചുരുണ്ടുകൂടി ഇടയ്ക്കിടയ്ക്ക് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചൂട് കിട്ടാൻ വേണ്ടി എൻ്റെ തോളത്തോട്ട് ചാഞ്ഞു വന്നു. അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ. ഞാനിടയ്ക്ക് ഉണങ്ങുന്നു നോക്കിയപ്പോൾ ആകെ ചമ്മലായിപ്പോയി. അറിയാതെ പറ്റിപ്പോയതാണെന്ന് എനിക്കറിയരുത്. എന്നെ തൊടാതിരിക്കാൻ വേണ്ടി മുള്ളുമുരിക്കിൻ്റെ അടുത്തിരിക്കുന്ന പോലെ ഇരുന്നാളല്ലേ? ജെയ്സൺ കളിയാക്കി. ജിബിയെ ചിരിച്ചു. ജിബിയുടെ ബസ് എവിടേക്കാണെന്ന് നോക്കാം. ജെയ്സൺ ബസ് തിരിഞ്ഞു പോയി. കുറച്ചു കഴിഞ്ഞ് തിരികെ വന്ന്. ഒരു തീക്കോയി തലനാട് ബസ് കിടപ്പുണ്ട്. അത് മതിയോ? മതി. എവിടെയാ? ജെയ്സൺ ജിബിയെ കൂട്ടിക്കൊണ്ടുപോയി ബസ്സിൽ കയറ്റിയിരുത്തി. ലഗേജ് എടുത്തു വെച്ച് കൊടുത്തു. എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ജിബി അവനോട് നന്ദി അറിയിച്ചു. എല്ലാറ്റിനും എന്ന് വെച്ചാൽ എന്തിനൊക്കെയാ? ചെയ്ത സഹായത്തിനെല്ലാം. ലിസ്റ്റിട്ട് പറ. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയതിന്, ബസ് ടിക്കറ്റ് എടുത്തു തന്നതിന്, സീറ്റ് ചായച്ചു തന്നതിന്, ഷാളിട്ട് പുതപ്പിച്ച് തന്നതിന്, അങ്ങനെ ഇവിടെ എത്തിയിട്ട് എന്നെ തലനാട് ബസ്സിൽ കയറ്റി വിടുന്നതിന് കൂടി. ഇതെല്ലാം ഓർമ്മയിലുണ്ടായാൽ മതി. ശരി പോട്ടെ, ജെയ്സൺ പറഞ്ഞു. ചേട്ടായിക്ക് വേറെ ബസ്സിൽ പോണോ? എനിക്ക് ടൗൺ ബസ് കിട്ടും ഇഷ്ടം പോലെ. വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിക്കുമോ അതോ ഞാൻ അങ്ങോട്ട് വിളിക്കണോ? ഞാൻ വിളിക്കാം. ശരി. ജിബിയുടെ ബസ് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെട്ടപ്പോഴും ജെയ്സൺ ബസ് സ്റ്റാൻഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. 2 മണിക്കൂറിന് ശേഷം ജിബിയ തീക്കോയി പള്ളിവാതിക്കൽ ബസ് ഇറങ്ങി. ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നാൽ ജോർജ് കുട്ടി പള്ളിവാതിക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു. നാട്ടിൽ വന്ന് ബസ് ഇറങ്ങുമ്പോഴും പള്ളിവാതിക്കൽ സ്റ്റോപ്പും കിണറും പള്ളിപ്പരിസരവും സ്കൂളും ഒക്കെ കാണുമ്പോഴും അവ്യാജമായ ഒരു സന്തോഷം അവളുടെ മനസ്സിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ സ്വന്തം നാട്, അപരിചിതമായ മുഖങ്ങൾ, പരിചയം നിറഞ്ഞ ചിരികൾ, സ്നേഹമുള്ള സ്നേഹാന്വേഷണങ്ങൾ. വീട്ടുമുറ്റത്തിന് താഴെ റോഡരികിൽ ഓട്ടോറിക്ഷ നിന്നതും ജോസ്ന ചാടിയിറങ്ങി വന്നു. പിറകെ ബിൻസിയും എത്തി. ചേച്ചി എന്ന് വിളിച്ച് ജോസ്ന അവളെ കെട്ടിപ്പിടിച്ചു. ബിൻസി മകളെ അടിമുടി നോക്കിയിട്ട് പരിതപിച്ചു. നീ അങ്ങ് കോലം കെട്ടുപോയല്ലടി മോളെ. ഞാൻ സുഖവാസത്തിനൊന്നും പോയതല്ലായിരുന്നല്ലോ, ദിവ്യ മറുപടിയും പറഞ്ഞു. ബിൻസിയും ജോസ്നയും കൂടി ലഗേജ് വീട്ടിലേക്ക് ചുമന്നു. അയ്യോ, ഇതിനെന്നാ മുടിഞ്ഞ കനവാ. ചേച്ചി എങ്ങനെ ഇതെല്ലാം അവിടുന്ന് ഇവിടം വരെ ചുമന്നുകൊണ്ട് വന്നു? ജോസ്ന സൂട്ട് കേസ് എടുത്ത് തലയിൽ കയറ്റാൻ ശ്രമിച്ചിട്ട് പോകുന്നില്ല. ഞാനല്ല, ബസ്സല്ല ചുമന്നത്.
എന്നാലും എങ്ങനെ ബസ്സിൽ കയറ്റി? സ്യൂട്ട് കേസ് താങ്ങാൻ ജോർജ് കുട്ടി ജോസ്നയെ സഹായിച്ചു. മമ്മി തിന്നാൻ വല്ലതും തായോ? ദിവ്യ അടുക്കളയിലെ ബെഞ്ചിൽ പട്ടിണി പാവത്തെ പോലെ ഇരുന്ന് നിലവിളിച്ചു. പല്ല് തേക്കണ്ടേ? കുളിക്കണ്ടേ? ഒന്നും വേണ്ട. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. വിശന്നിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ജിബിയെ മുടിയഴിച്ചിട്ട് 2 കൈകൊണ്ടും തലമാന്തി. മിൻസി കപ്പ വേവിച്ചതും മത്തിക്കറിയും വിളമ്പി അവിടെ മുമ്പിൽ വെച്ച് എടുത്തു. പാത്രം കഴുകുന്ന ചരുവത്തിൽ വെള്ളത്തിൽ കൈയിട്ട് നിളക്കിയിട്ട് ജിബിയെ പരവേശത്തോടെ ഭക്ഷണം വാരി കഴിക്കാൻ തുടങ്ങി. ഇതൊന്നും പോരാ എനിക്ക്, ഇതൊന്നും പോരാ കേട്ടോ, ജിബിയ ആക്രാന്തത്തോടെ പറഞ്ഞു. നീ എന്നാടേ കഴിഞ്ഞ 3-4 മാസം പട്ടിണി കിടക്കുമായിരുന്നു? മകളുടെ ആർത്തി കണ്ട് പിൻസി മൂക്കത്ത് വിരലൊഴിച്ചു. എൻ്റെ അമ്മേ, എന്നാ ടേസ്റ്റാ! നിങ്ങളിതൊക്കെയല്ലേ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഓർത്തിട്ട് എനിക്ക് കുശുമ്പ് വരുന്നു. പതിയെ കഴിക്കടി, വയറിന് വല്ല സൂക്കേടും പിടിക്കും. പഴങ്കഞ്ഞി ഇരിക്കുന്നുണ്ടോ മമ്മി? എനിക്കത് വേണം. ജിബിയുടെ ആവശ്യങ്ങൾ കരുതിയില്ല. നിനക്കവിടെ തിന്നാനൊന്നും കിട്ടത്തില്ലായിരുന്നോ? ജോർജ് കുട്ടി ചോദിച്ചു. എൻ്റെ പപ്പാ, ഒന്നും പറയണ്ട. ഒരാഴ്ചയെങ്കിലും ഞങ്ങളുടെ ഹോസ്റ്റലിൽ പോയി താമസിച്ച് നോക്ക്. അന്നേരം അറിയാം വിവരം. 2 ആഴ്ച തയ്ച്ചു നിൽക്കില്ല. ഞാനിനി തിരിച്ചു പോകത്തില്ല കേട്ടോ. എന്നെ കൊന്നാലും പോകത്തില്ല. ഒടുവിലത്തെ വാക്കുകൾ ജോർജ് കുട്ടിയെ ഷോക്കടിപ്പിച്ചു. ബിൻസി കണ്ണുരുട്ടി മകളെ നോക്കി. നീ എന്നാ വർത്തമാനാടി പറയുന്നത്? അന്നേരം 20 മുടക്കിയ പൈസയൊക്കെയോ? ഞാൻ വല്ല വീട്ടിലും അടുക്കളപ്പണിക്ക് നിന്നിട്ടായാലും ശരി, ആ പൈസ തിരിച്ചു തന്നോളാം. എനിക്കിനി നേഴ്സിംഗ് പഠിക്കാൻ പോണ്ടായോ? എൻ്റെ ദൈവമേ, മതിയായി. അതോടെ ജോർജ് കുട്ടി മകളുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് പോയി. ബിൻസി മകളെ നോക്കിക്കൊണ്ട് താടിക്ക് കയ്യൊന്നിരുന്നി. കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മൊബൈൽ കോൾ വന്നു. ജെയ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് ജോസ്ന ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തു. ജിബിയ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ, വീട്ടിലെത്തോന്ന് അറിയാൻ വിളിച്ചതാ. അയ്യോ എത്തി. എന്നിട്ടെന്നാ വിളിക്കാഞ്ഞ്? വിവരം പറയണ്ടേ? ഞാനല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്. വീട്ടിലെത്തിയില്ലെങ്കിൽ എന്നോടല്ലേ ചോദിക്കത്തുള്ളൂ. അയ്യോ ചേട്ടായി, സോറി, ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. എന്നിട്ടെന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷണത്തിലാണല്ലോ. വിശന്ന് പ്രാന്തെടുത്തിട്ട് വന്നവിടെ കുറച്ച് കപ്പ തിന്നുക. ശരി, എന്തായാലും കൊള്ളാം. ഒരു വാക്ക് പറയണ്ടേ? സോറി. ശരി, വെക്കുക. കോള് കട്ടായി. ആരാ മോളേത്? ഞാൻ ഇന്നലെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ചേട്ടനാ, എൻ്റെ സീനിയറാ. നീ അവരുമായിട്ടൊക്കെ എപ്പോഴേ കൂട്ടായോ? മിൻസിയുടെ ചോദ്യത്തിന് തെല്ല് മൂർച്ചയുണ്ടായിരുന്നു. എൻ്റെ മമ്മി, ആ ചേട്ടനില്ലെങ്കിൽ ഞാൻ ആ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും വായും പൊളിച്ച് നിന്നേനെ. ഒരാപത്ത് നേരത്തെ സഹായിച്ചതാണ് ഇപ്പോൾ കുറ്റം. ഞാൻ ചെന്ന് കൂട്ടുകൂട്ടിയൊന്നുമല്ല. പപ്പാക്ക് അറിയാളെ. പപ്പ എന്നെ ബാംഗ്ലൂർ കൊണ്ടുവിട്ടപ്പോഴും ആ ചേട്ടൻ്റെ ഹെൽപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് നീ എന്താ ഇത്ര ദേഷ്യപ്പെടുന്നത്? ഞാൻ ദേഷ്യപ്പെട്ടതല്ല, കാര്യം പറഞ്ഞതാ. ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ട് ജിബിയെ മുറ്റത്തേക്ക് ഇറങ്ങി. വീടിൻ്റെ പരിസരവും ആറ്റിൻകരയും വെള്ളമൊഴുക്കും കാണാനൊരു കൊതി. ആറ്റിനക്കരെ നെല്ലിക്കുന്നേക്കാരുടെ വീട് കണ്ടിട്ട് അവൾക്ക് കേവലം പരിചയം മാത്രമേ തോന്നിയുള്ളൂ. ആ വീടോ റോബിൻസോ അവിടുത്തെ മറ്റംഗങ്ങളോ തൻ്റെ സ്മരണയിൽ പോലും വന്നില്ലല്ലോ എന്ന് അത്ഭുതത്തോടെ ഓർത്തു. മുമ്പായിരുന്നുവെങ്കിൽ എല്ലായ്പ്പോഴും ആ വീടിന് നേർക്കായിരുന്നു അവളുടെ കണ്ണും മനസ്സും പാഞ്ഞിരുന്നത്. ആ വീട്ടിനുള്ളിലായിരുന്നു ഹൃദയം സൂക്ഷിച്ചിരുന്നത്. ആ വീടിൻ്റെ പരിസരത്തിനും ഒരു പൂന്തോട്ടത്തിനും നടുവിലെ സുഖവാസ മന്ദിരത്തിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ തനിക്ക് പ്രിയപ്പെട്ടതായിരുന്ന ആരോ ഒരാൾ പണ്ടെന്നോ മരിച്ചുപോയ ഒരു വീട് പോലെ മാത്രമേ അവൾക്ക് തോന്നിയുള്ളൂ. കോളിംഗ് ബെൽ കേട്ട് സുഭദ്ര വാതിക്കൽ ചെന്ന് പുറത്തേക്ക് തലനീട്ടി നോക്കി. സിറ്റൗട്ടിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നു. ആരാ? സുഭദ്ര ചോദിച്ചു. പവിത്രയുടെ വീടല്ലേ ഇത്? പവിത്രയുടെയോ? ഇതെൻ്റെ വീടാ. ഞാൻ കാശ് മുടക്കി പണിയിച്ച വീട്, സുഭദ്ര മുഖത്തടിച്ച പോലെ പറഞ്ഞു. പവിത്ര ഇല്ലേ ഇവിടെ? നീ ആരാ? ഞാൻ കൂട്ടുകാരിയാ. നിന്നോടാര് പറഞ്ഞു ചെരുപ്പിട്ടുകൊണ്ട് സിറ്റൗട്ടിലോട്ട് കയറാൻ? വിളക്ക് വെക്കുന്ന സ്ഥലമായത്. ഒരു മര്യാദ വേണ്ടേ? സോറി, ഞാൻ ഓർത്തില്ല. ജിവിയെ ഉടൻ സിമൻറ്റ് പടികൾ ഇറങ്ങി മുറ്റത്ത് ചെരുപ്പഴിച്ചു വെച്ചു. നീ ആരാണെന്നാണ് പറഞ്ഞത്? സുഭദ്ര സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. പവിത്രയുടെ കൂടെ പഠിച്ചതാ. എൻ്റെ പേര് ജിവിയ. അവൾക്കറിയാം. ജിവിയ വീണ്ടും സിറ്റൗട്ടിലേക്ക് പടി കയറുന്നു. അവിടെ നില്ലേ, നീ എങ്ങോട്ടാ ഓടിക്കയറി പോകുന്നേ? പവിത്ര ഇല്ലേ ഇവിടെ? ഉണ്ടെങ്കിൽ എന്താ? നിന്നെ കാണിക്കണമെന്ന് നിർബന്ധം വല്ലതുണ്ടോ? ഓ, ഞാൻ സോറി പറഞ്ഞല്ലോ. ഓ, അതാ ഇപ്പോൾ വലിയ കാര്യം. ആട്ടെ, നിനക്ക് പവിത്രയെ കാണേണ്ട കാര്യം എന്നതാ? കണ്ടിട്ടൊത്തിരി നാളായി. ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. എനിക്ക് അവളുടെ കല്യാണം കൂടാൻ പറ്റിയില്ല. അതിനു മുമ്പ് ബാംഗ്ലൂർക്ക് പഠിക്കാൻ പോകേണ്ടി വന്നു. കല്യാണത്തിന് പോലും വരാത്തവളാണോ വലിയ കൂട്ടുകാരി? അതുകൊണ്ടെന്നാ സമ്മാനമൊന്നും വാങ്ങിക്കൊടുക്കേണ്ടി വന്നില്ലല്ലോ. ഇതെന്തൊരു സ്ത്രീയാണെന്ന് വിചാരിച്ചു ജിബിയ അന്തം വിട്ടു നിന്നു. എനിക്ക് പവിത്രയെ ഒന്ന് കാണാൻ പറ്റുമോ? അങ്ങനൊന്നും കാണാൻ പറ്റത്തില്ല. കൂട്ടുകാരിയാണത്രേ. കൂടെ പഠിച്ചതാണോ വലിയ കാര്യം? സ്വന്തക്കാർ വല്ലവരും അടങ്ങി വേണ്ടില്ല. വേഷം കെട്ടി വന്നോളൂ. ആർക്കറിയാം എന്നാ തട്ടിപ്പും കൊണ്ടാണ് ഇറങ്ങിയത്. ഞാൻ ആരുടെയും ഒന്നും തട്ടിക്കൊണ്ടു പോകുമെന്ന് തന്നല്ല, നീരസത്തോടെ പറഞ്ഞിട്ട് ജിവിയ മുറ്റത്തേക്ക് ഇറങ്ങി.
ചെരുപ്പിട്ട് തിരിഞ്ഞു നടന്നു. ബിയ! വാതിക്കൽ നിന്ന് പരിചിതമായ വിളികെട്ട് അവൾ തലതിരിഞ്ഞു നോക്കി. പവിത്ര സിറ്റൗട്ടിലേക്ക് ഓടിയിറങ്ങി വരുന്നു. അധ്യായം 15. നൈറ്റിയിൽ പവിത്രയെ കണ്ട് ജിബിയ ഒരു നിമിഷം അന്തം വിട്ടു നിന്നു. കൗമാരം വിട്ടിട്ടില്ലാത്ത പെണ്ണ്, 18കാരി, വർണ്ണശബളമായ വേഷങ്ങളണിഞ്ഞ് ഉല്ലാസപ്പൂത്തിരി പോലെ പരിലസിച്ച് നടക്കേണ്ട സുന്ദരി, പരാധീനക്കാരിയായ ഒരു വീട്ടമ്മയുടെ കോലം കെട്ടി നിൽക്കുന്നു. തിരികെ സിറ്റൗട്ടിലേക്ക് ചെന്ന് ജിബിയ ആശ്ചര്യത്തോടെ ചോദിച്ചു, നീയാകെ മാറിപ്പോയല്ലോടി, നൈറ്റി ഇട്ടുകൊണ്ട് നിൽക്കുന്നു. നിൻ്റെ അമ്മ പോലും സാരിയോ ചുരിദാറോ ആണല്ലോ എപ്പോഴും. ഇവിടെ നിനക്ക് കിട്ടിയ യൂണിഫോമാണോ ഇത്? സുഭദ്രയെ ഒന്ന് പാളി നോക്കിയിട്ട് പവിത്ര പറഞ്ഞു. വീട്ടിലിരിക്കുന്ന കെട്ടിയോളന്മാർ നൈറ്റി ഇട്ടുകൊണ്ടിരുന്നാൽ മതി, വലിയ വേഷം കെട്ടലൊക്കെ ആരെ കാണിക്കാനാ? സുഭദ്ര കടുപ്പിച്ച് പറഞ്ഞു. നീ കയറി വാടി, വാ. നീ തിരിച്ചു പോകുമായിരുന്നു എന്നെ കാണാണ്ട്? ഞാൻ പുറകിൽ തുണി അലക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു നിന്നെ കാണാൻ പറ്റത്തില്ലെന്ന്. ഞാനിവിടുന്ന് ഏതാണ്ട് അടിച്ചു മാറ്റി കൊണ്ടുപോകുമ്പോൾ വന്ന തട്ടിപ്പുകാരിയാണെന്ന് സംശയം. ഇവളെൻ്റെ കൂടെ പഠിച്ചത് അമ്മേ. കുറേ വർഷം ഞങ്ങളൊന്നിച്ച് ഒരേ ക്ലാസ്സിലായിരുന്നു. അതിനിപ്പോൾ എന്നാ, പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി അവനവൻ്റെ കാര്യം. സുഭദ്ര നിരസത്തോട് പറഞ്ഞു. ഇവിടെ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുക, എന്നെ കാണാമെന്നാ. ആ കണ്ടല്ലോ, ഇനി എന്താ കുഴപ്പം? കയറി വാടി. നീ വന്നിട്ട് ഞാനൊന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ. പവിത്ര വീണ്ടും ജിബിയെ ക്ഷണിച്ചു. നിൻ്റെ അലക്ക് തീർത്തായിരുന്നോ? സുഭദ്ര ചോദിച്ചു. അലക്കി കഴിഞ്ഞു, ഇനി വിരിച്ചിട്ടാൽ മതി. എന്നാൽ പോയി അത് ചെയ്. ഇവിടെ 100 കൂട്ടം പണിയെടുക്കുമ്പോഴാണോ വല്ലവളമാരെയും വിളിച്ചു കയറ്റി കൊതിയും നുണയും പറയാൻ പോകുന്നത്? നീ കല്യാണം കഴിഞ്ഞ പെണ്ണാ, അത് മറക്കണ്ട. ഇവക്കൊക്കെ എന്തുവാകാം. അവൾ എന്നെ കാണാൻ വേണ്ടി വന്നല്ലേ അമ്മേ. കുറച്ചു നേരം ഞങ്ങൾ വർത്തമാനം പറയട്ടെ. ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചു വളർന്നവരാ. എന്നതാ ഇത്രയ്ക്ക് പറയാനുള്ളത്? അവൾ ബാംഗ്ലൂർ പഠിക്കാൻ പോയി പഠിക്കട്ട്. നീ കല്യാണം കഴിഞ്ഞു, ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു. ഇതിൽ കൂടുതൽ എന്നതാ വലിയ വിശേഷം? എനിക്കെൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ പോലും പറ്റത്തില്ലേ? ഇതെന്നാ ജയിലാണോ? ഞങ്ങൾ വർത്തമാനം പറയുന്നിടത്ത് അമ്മ എന്തിനാണ് നിൽക്കുന്നത്? എപ്പോഴും ഇങ്ങനെയാണല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലും നടുക്ക് കയറി അങ്ങ് നിന്നോളും. അവർ പോകുന്നവരെ മാറത്തില്ല. സഹിച്ചു കഴിച്ച് ഞാൻ മടുത്തു. പവിത്ര സഹികെട്ടാണ് പറഞ്ഞത്. ആഹാ, നീ എന്നോട് തട്ടിക്കയറുന്നോടി. അവനിങ്ങ് വരട്ടെ. ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ നിനക്കിത് ജയില. അല്ലേടി എറണം കെട്ടവളെ. എൻ്റെ ചെറുക്കൻ്റെ വേല എടുത്തുകൊണ്ട് കൊണ്ടുവരുന്നത് 3 നേരം ഞണ്ടുമ്പോൾ നിനക്കത് ജയിലൊന്നും അല്ലല്ലോ. പിന്നെ ഞാൻ നടുക്ക് കയറി നിന്നെങ്കിൽ ഇതെൻ്റെ വീടാ. എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ നിൽക്കും. വേണ്ടി വന്ന തലയിൽ കയറി നിരങ്ങും. ആരാ ചോദിക്കാൻ? വീട്ടിൽ വരുന്നവരോട് ഇവിടുത്തെ കുറ്റങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം സുഭദ്ര നാക്കിട്ടലച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെയോ അലറിപ്പറയാൻ നാവും തൊണ്ടയിൽ തരിച്ചെങ്കിലും പവിത്ര പെട്ടെന്ന് നിശബ്ദയായി നിറമിഴികളോടെ ജിബയ്ക്ക് നിൽക്കുന്നു. ഇതെന്തൊരു സ്ത്രീയാണ് പവിത്ര ഇത്? ഇത് നിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണോ? ഇവരെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടിടാൻ മൂപ്പരോട് പറ. കഷ്ടം. ഞാൻ പോകുക. ഞാനിവിടെ ഇനിയൊരു നിമിഷം നിൽക്കുന്നില്ല. ഞാൻ നിൻ്റെ വീട്ടിൽ കയറി നിൻ്റെ അമ്മയോട് ഇങ്ങോട്ട് വരാനുള്ള വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വന്നേ. തിരിച്ചു ചെല്ലുമ്പോൾ വിശേഷങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളാം. ജിബിയ അമർഷത്തോടെ പോകും സുഭദ്രയൊന്ന് നോക്കിയിട്ട് സിറ്റൗട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി. പവിത്ര ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ അവളങ്ങ് ചെന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്ടുകാരെ വന്ന് എൻ്റെ മൂക്കിലോട്ട് വലിച്ചു കയറ്റും. സുഭദ്ര പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് പോയി. ജിബിയെ തിരിച്ചു പോകുമ്പോൾ ഐതാമ്മയുടെ വീട്ടിൽ കയറി. അയ്യോടി, നീ ഇത്ര പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോന്നോ? അവിടെ പോയിട്ട് അവളെ കണ്ടില്ലേ? എന്നാ ഉണ്ട് വിശേഷങ്ങൾ? ഐതാമ്മ തയ്യൽ യന്ത്രം നിർത്തിവെച്ച് ഉത്സാഹത്തോടെ ചോദിച്ചു. ജിബിയെ സംഭവിച്ച മുഴുവൻ അതേപടി അവരോട് വിവരിച്ചു. നിങ്ങൾ ഭയങ്കര കൊലച്ചതി അവളോട് ചോദിച്ചത് കേട്ടോ. ആ തള്ള ഒരു മനുഷ്യ സ്ത്രീയൊന്നുമല്ല, പിശാശ്. പവിത്രയോട് മിണ്ടാൻ പോലും സമ്മതിക്കില്ലെന്നേ. അവിടെ ഒരു വലിയ നൈറ്റിയിലുണ്ട് നിൽക്കുന്ന ആ നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവളുടെ അവസ്ഥ അത്ര നല്ലതല്ലല്ലോ എന്ന്. ആ സ്ത്രീ അവളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും കേട്ടോ. നീ എന്തുവാടി മോളെ പറയുന്നത്? ഇന്നത്തെ കാലത്ത് അങ്ങനെ വല്ലതും നടക്കുമോ? ഇന്നത്തെ കാലത്തിന് മേന്മയൊന്നും പറയണ്ട. എന്തൊക്കെയാണ് നടക്കുന്നത്? പത്രവും ടി വിയും കണ്ട് മതിയായില്ലേ? നമ്മുടെ വീട്ടിലും നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിലും ഇങ്ങനെയൊന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനൊരു ആശ്വാസമല്ലേ? അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ട പിന്നെ അവളോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവളും അവനും കൂടെ വിരുന്നിന് വന്നപ്പോൾ സംസാരിച്ചല്ലോ. അതല്ല, ആ വീട്ടിൽ ചെന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോയെന്ന്. ഇല്ലല്ലോ. ഇല്ലെന്ന് ആ സ്ത്രീയുടെ മുന്നിൽ വെച്ച് അവളിപ്പെന്ന് പറഞ്ഞു. നിങ്ങൾ ആര് ചെന്നാലും അവർ അരികത്തൊന്നും മാറത്തേ ഇല്ലെന്ന്. അതൊക്കെ ശരിയാ. അമ്മയെ അവരെ ഫോണിൽ വിളിക്കാറുണ്ടോ? അവൾക്ക് ഫോണില്ല. ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാത്തത്? കൊടുത്തതാ. പക്ഷെ ആ സ്ത്രീ തിരിച്ചു കൊടുത്തയച്ചു. ആ, എന്നിട്ട് നിങ്ങൾ സമ്മതിച്ചോ? കൊള്ളാം. ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരും കൂടി അവളുടെ ജീവിതം നശിപ്പിച്ചു. ഇനിയൊരു ദിവസം കാണേണ്ടി വരും ഫാനെ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത്. രോഷാധിക്യം കൊണ്ട് ജിബിയ വാവിട്ടുപോയി. ബിയാമോളെ, ഐതാമ്മ നടുക്കത്തിൽ വിളിച്ചു പറഞ്ഞു. എന്നാ വർത്തമാനാണ് പറഞ്ഞത്? സോറി, എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പക്ഷേ ഇങ്ങനെ പോയാൽ അവളോട് സൂയിസൈഡ് ചെയ്യും, അത് ഉറപ്പാ.
അത്രയ്ക്ക് സഹിക്കുന്നുണ്ട്. ഒന്നുകിൽ ആ തള്ളയെ അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അവർ രണ്ടുപേരും മാറണം. കല്യാണത്തിന് മുമ്പ് അയലത്തുകാരോടൊക്കെ ഒന്ന് അന്വേഷിക്കാൻ മേലായിരുന്നു അവരുടെ സ്വഭാവം. അയതാമയ്ക്ക് ഒന്നും പറയാനില്ലായിരുന്നു. ഞാൻ പോട്ടെ, വലിയ സന്തോഷത്തിൽ വന്നതാ. ഞാൻ അവളെ കാണാൻ വേണ്ടി. ഇപ്പം ഇതുപോലൊരു സങ്കടം വേറെ ഇല്ല എനിക്ക്. ജിബിയെ പോയി. അയതാമ നഖം കടിച്ച് കുഷ്യനിട്ട ടൈൽ സ്റ്റൂളിലിരുന്നു. രോഷവും പകയും സങ്കടവുമെല്ലാം അവരുടെ ഉള്ളിൽ കൂടിക്കൊഞ്ഞു. ഫോണെടുത്ത അജിതാമ സുഭദ്രയെ വിളിച്ചു. പെട്ടെന്ന് എന്നെ ലൈനിൽ കിട്ടി. ചേച്ചി പവിത്രയുടെ കയ്യിലോട്ട് ഫോൺ കൊടുത്തേ. എന്നതാ ഇത്ര അത്യാവശ്യം? എനിക്കെൻ്റെ മകളോട് സംസാരിക്കണം. പറ്റുമോ ഇല്ലയോ? അജിതാമ എന്താ ഒരുമാതിരി ഭീഷണി പോലെ? അജിതാമയ്ക്ക് വിറഞ്ഞേറി. ഫോൺ കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് പറ. ആ, ഞാൻ കൊടുത്തേക്കാം. അല്പനിമിഷങ്ങൾ അജിതാമ വീർപ്പടക്കി നിന്നു. ഇതാ നിൻ്റെ തള്ള വിളിക്കുന്നു. സുഭദ്രയുടെ സ്വരം. ഫോൺ കൈമാറുന്നു വച്ച. ഹലോ മോളെ, ഇത് ഞാനാ. എന്തുവാടി അവിടെ പ്രശ്നം? ബിയാ മോൾ ഇവിടെ വന്ന് പറഞ്ഞു നിന്നോട് സംസാരിക്കാൻ പ്രകാശിനെ അമ്മ സമ്മതിച്ചിരുന്ന്. പറഞ്ഞതൊക്കെ ശരിയാമ്മേ. നിനക്ക് ആരോടും സംസാരിക്കാനോ അതില്ലേ? എന്നോട് സംസാരിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ എന്തു പക്ഷേ? അമ്മ വന്ന് സംസാരിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാകും. അജിതാമ്മ എന്ത് പറയണമെന്നറിയാതെ നിന്നു. മറുവശത്തു നിന്നും സുഭദ്രയുടെ ഹലോ വിളി കേട്ടതും അവൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ അജിതാമ്മ ഞണ്ടുകല്ലിലെ തറവാട്ട് വീട്ടിലേക്ക് ഫോൺ കോൾ വിട്ടു. എന്താ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് ശിവരാജൻ മറുതലക്കിൽ വന്നു. അജിതാമ്മ പവിത്രയെപ്പറ്റി ജിബിയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശിവരാജനെ ധരിപ്പിച്ചു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി പറ. അവിടെ ചെന്ന് വഴക്കുണ്ടാക്കണോ? ആ സുഭദ്രയെ 4 ചീത്ത വിളിക്കണോ? പ്രകാശിനെ പിടിച്ച് 4 പൊട്ടിക്കണോ? അതാ നമ്മുടെ പെങ്കൊച്ചിനെ വിളിച്ചു കൊണ്ടുവരണോ? ഇതൊന്നും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണോ? ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. അവൾ വിരുന്ന് വന്നു പോയ ശേഷം ഇതുവരെ ഇങ്ങോട്ട് അവളെ വിട്ടിട്ടില്ല. നമ്മളവിടെ ചെന്ന് ആ തള്ള നമ്മുടെ കാൽച്ചുവട്ടിൽ നിന്ന് മാറത്തില്ല. നമുക്ക് നമ്മുടെ മോളോട് സംസാരിക്കട്ടെ. ചോദിക്കാം ചേച്ചി. നമുക്ക് അവിടെ ചെന്ന് മുഖത്ത് നോക്കി ചോദിക്കാം. ആ ഫോണിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോഴേ നമ്മൾ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണമായിരുന്നു. ഇതിപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, വാഗമണ്ണിൽ പോയേക്കുക. നാളെ നമുക്കൊന്ന് പോകാൻ വെട്ടിപ്പറമ്പന്. ആയിക്കോട്ടെ, ഞങ്ങൾ റെഡി. ശിവരാജൻ ഉറപ്പ് നൽകി. അജിതാമ്മയ്ക്ക് പാതി സമാധാനമായി. ജയപ്രകാശ് 2 മണിക്ക് ഉച്ചകൊണ്ട് വന്ന് വീട്ടിലെത്തിയപ്പോൾ സുഭദ്ര ഹാളിൽ വെറും നിലത്ത് കമന്ന് കിടക്കുകയാണ്. ജയപ്രകാശ് അമ്പലത്തിൽ അരികെ ചെന്ന് വിളിച്ചു. അമ്മേ, അമ്മ എന്നായി തറയെ കിടക്കുന്നേ? എന്നാ പറ്റി? സുഭദ്ര പതിയെ ഒരു വശം ചെരിഞ്ഞ് ഒരൊറ്റ കരച്ചിൽ. എന്താ അമ്മേ, കാര്യം പറ. എടാ മോനെ, എനിക്ക് ഭ്രാന്താണോടാ? എന്നെ ഭ്രാന്ത് വശത്തിൽ കൊണ്ടേ കൂട്ടിയിരുന്നോ? ആര് പറഞ്ഞു അമ്മയ്ക്ക് ഭ്രാന്താണെന്ന്? അമ്മ എഴുന്നേറ്റേ. ഇല്ല, എനിക്കിനി ചത്താൽ മതി. ഒരു മകനെ വളർത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചിട്ടത് എനിക്കിത് കേൾക്കേണ്ടി വന്നല്ലോ ഈശ്വര. കരയാണ്ട് കാര്യം പറ അമ്മേ. പവിത്രയുടെ വീട്ടിൽ നിന്ന് ഒരുത്തി വന്നിരുന്നു ഇവിടെ. അവൾ പവിത്ര എങ്ങോട്ടും വിടാതെ വർത്തമാനം തുടങ്ങിയപ്പോൾ ഞാനൊന്ന് പറഞ്ഞുപോയി. എവിടെ കുറച്ച് പണി തീരാനുണ്ട് മകളെ, നീ പോയിട്ട് പിന്നെ വാ എന്ന്. അവളോട് എങ്ങനെയാ പറയാ എനിക്ക് ഭ്രാന്താണെന്ന്? എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയി പൂട്ടിയിടാൻ ഞാൻ പറയുന്ന കള്ളമാണോ എന്ന് പവിത്രയെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്. ജയപ്രകാശ് ഉടൻ പവിത്രയെ വിളിച്ചു വരുത്തി ചോദിച്ചു. അമ്മ പറയുന്നത് സത്യമാണോടി? ഇവളുണ്ടല്ലോ, ഇവള് അവളുടെ കൂടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് തട്ടിക്കയറുക പ്രകാശ. ഇത് ജയിലാണെന്ന്, അവൾക്കിവിടുത്തെ ജീവിതം മടുത്തെന്ന്. നീ കൊണ്ട കൊടുക്കുന്നത് മൂക്കുമുട്ട തിന്നാൻ ഒരു മടുപ്പുമില്ല. അതിൻ്റെ നന്ദിയായിരുന്നു അവൾ കാണിച്ചത്. എഴുന്നേറ്റിരുന്ന് സുഭദ്ര പിരികേറ്റി. നീ എങ്ങനെ പറഞ്ഞോടി? ജയപ്രകാശ് പവിത്രയുടെ നേർക്ക് ക്ഷുഭിതനായി. എൻ്റെ കൂട്ടുകാരി കാണാൻ വന്നപ്പോൾ എന്നോട് പറയുക പോലും ചെയ്യാണ്ട് തിരിച്ചയച്ചു. ഞാൻ കണ്ടിട്ട് തിരിച്ചു വിളിച്ച് വരുത്തിയപ്പോൾ അകത്ത് കയറാൻ പോലും സമ്മതിച്ചില്ല. സംസാരിക്കാനും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇതെന്താ ജയിലാണോ എന്ന് ഞാൻ ചോദിച്ചു പോയി. അതാണോ പ്രകാശേട്ടാ വലിയ തെറ്റ്? കാണാൻ വന്നോളൂ പറഞ്ഞോ അമ്മയ്ക്ക് ഭ്രാന്താണെന്ന്? അങ്ങനത്തെ മാതിരി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്ത് ആർക്കാ ദേഷ്യം വരാത്തെ? ഞാൻ സഹിക്കുന്ന പോലെ എല്ലാവരും സഹിക്കുമോ? നേരം വെളുത്തപ്പോൾ മുതൽക്ക് ഓട്ടോ ഓടിച്ച് വിശന്നപ്പോൾ ഇത്തിരി ചോറുണ്ണാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഒരു ദിവസമെങ്കിലും സമാധാനം തരുമോ നിങ്ങൾ? ഒരു ദിവസം അമ്മയ്ക്ക് പരാതിയില്ലെങ്കിൽ അടുത്ത ദിവസം ഭാര്യയ്ക്ക്. രണ്ടുപേരും കൂടി എൻ്റെ തല തല്ലിപ്പൊട്ടിക്ക്. ഇതാ നല്ലത്. അത് പറഞ്ഞ് ജയപ്രകാശൻ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ തണലിലിട്ടിരുന്ന ഓട്ടോയിലേക്ക് കയറി റോഡിലേക്ക് ഓടിച്ചു പോയി. അത് കണ്ടപ്പോൾ പവിത്രയ്ക്ക് കരച്ചിൽ വന്നു. സുഭദ്ര ചീറ്റപ്പുലിയെ പോലെ അവളുടെ നേർക്ക് ചീറി. നിനക്ക് ബസ് തൃപ്തി ആയാലോടിയല്ലേ? വിശന്ന് കയറി വന്ന എൻ്റെ മോൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ട് മനസ്സ് വിഷമിച്ച് ഇറങ്ങിപ്പോയപ്പോൾ നിനക്ക് നിറഞ്ഞല്ലോ അല്ലടി? എനിക്കല്ല, നിങ്ങൾക്കാ തൃപ്തിയായത്. അത് പറഞ്ഞ് പവിത്ര കണ്ണു തുടച്ചുകൊണ്ട് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രാത്രി കുടിച്ചിട്ടാണ് ജയപ്രകാശ് വീട്ടിലെത്തിയത്. വന്നയുടൻ പവിത്രയെ വിളിച്ച് ചോറ് വിളമ്പാൻ പറഞ്ഞു. പവിത്ര ചോറും കറികളും വിളമ്പി വെച്ചു. അമ്മ എന്തേ? കിടന്നെന്ന് തോന്നുന്നു. ജയപ്രകാശ് ചെന്ന് വിളിച്ചു. അമ്മേ, അത്താഴം വിളമ്പി.
വാ എണീറ്റ് വാ. എനിക്ക് വേണ്ട, സുഭദ്ര പിണങ്ങി പറഞ്ഞു. എന്താ അമ്മേ പ്രശ്നം? അവൾ വന്ന് വിളിക്കട്ടെ. പവിത്ര വന്ന് വിളിച്ചാൽ മതിയോ? വിളിച്ചാൽ മാത്രം പോരാ, ക്ഷമ പറയണം. എന്തിന്? ഇന്ന് ഈ വീട്ടിൽ എത്രയും പ്രശ്നം ഉണ്ടായത് അവൾ കാരണമല്ലേ? നമ്മൾ മാത്രം താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? അവൾ എന്നാ തെറ്റ് ചെയ്തെന്ന് കൂടി പറ. അവൾ കാരണമല്ലേ മറ്റവൾ എന്നെ പ്രാന്തിന്ന് വിളിച്ചത്? ഞാൻ അവളെ ജയിലിലിട്ടിരിക്കുന്ന പോലെയാണെന്ന് അവൾ പറഞ്ഞില്ലേ? അതെല്ലാം കഴിഞ്ഞില്ല അമ്മേ. എന്നോട് അവൾ ക്ഷമ പറയണം. ഇല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ ചോറ് വെക്കുന്നത് എനിക്കൊന്ന് കാണണം. എൻ്റെ വീടായത്. ജയപ്രകാശ് തിരികെ പോയി പവിത്രയോട് അഭ്യർത്ഥിച്ചു. നീ ചെന്നൊരു വാക്കു പറ മോളെ, പ്രശ്നം തീരട്ടെ. എനിക്ക് മനസമാധാനമായി കിടന്നുറങ്ങണ്ടേ? അതോ ഞാൻ ഈ ഓട്ടോ എടുത്തുകൊണ്ട് കള്ളുഷാപ്പിലോട്ട് പോകണോ? ഇത് അനീതിയല്ലേ പ്രകാശേട്ടാ? ആരാ തെറ്റ് ചെയ്തേ? അവർ തെറ്റ് ചെയ്തിട്ട് എന്നെക്കൊണ്ട് കാല് പിടിപ്പിക്കുക. ഇതിപ്പോൾ എത്രാമത്തെ തവണയും എങ്ങനെ? പ്രകാശേട്ടനെ ഓർത്തിട്ടാണ് ഞാനിപ്പോഴും സമ്മതിക്കുന്നത്. ഇന്നൊരു ദിവസം കൂടി നീ ചെല്ലുന്നത് വിളിക്ക്. നിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് എനിക്കറിയാം. നമുക്ക് മനസ്സമാധാനമല്ലേ വലുത്. ചെല്ലടി. ഒടുവിൽ പവിത്ര സുഭദ്രയുടെ മുറിയിൽ ചെന്നു. അമ്മേ, ചോറുണ്ണം വാ. സുഭദ്ര ഉടൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കാലുകൾ രണ്ടും താഴേക്ക് തൂക്കിയിട്ടു. എന്നോട് ക്ഷമ പറയും. ഇന്ന് ഈ വീട്ടിലുണ്ടായ എല്ലാ പ്രശ്നത്തിലും കാരണക്കാരി ഞാനാണെന്ന് അമ്മ തെറ്റ് ക്ഷമിച്ച് എഴുന്നേറ്റ് വന്ന് ചോറുണ്ടെന്ന് പറ. എൻ്റെ കാല് തൊട്ട് പറ. അനുസരിക്കയില്ലാതെ ഗത്യന്തരമില്ലെന്ന് മുൻ അനുഭവങ്ങളിൽ നിന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ ഈ രാത്രി ഒരു കാളരാത്രിയായി മാറും. ഇന്ന് ഈ വീട്ടിലുണ്ടായ എല്ലാ പ്രശ്നത്തിനും കാരണക്കാരി ഞാനാ. എൻ്റെ തെറ്റ് ക്ഷമിച്ച് അമ്മ എണീറ്റ് വന്ന് അത്താഴം കഴിക്കണം. യാന്ത്രികമായി പറയുന്നതിനൊപ്പം പവിത്ര കുനിഞ്ഞ് സുഭദ്രയുടെ കാലിലും തൊട്ടു. അവളുടെ മനസ്സിൽ അപമാനത്തിൻ്റെ തീച്ചൂള എരിയുന്നുണ്ടായിരുന്നു. സുഭദ്ര എഴുന്നേറ്റ് വന്ന് ജയപ്രകാശിൻ്റെയും പവിത്രയുടെയും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചു. രാത്രി കിടക്കുമ്പോൾ പവിത്ര സ്വകാര്യമായി ചോദിച്ചു, പ്രകാശേട്ടൻ ഇന്നും കള്ളു കുടിച്ചു അല്ലേ? ആ കുടിച്ചു. എന്തിനാ ഇങ്ങനെ കുടിക്കുന്നേ? അതിൻ്റെ ദോഷവശങ്ങളൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞു തന്നു. മനസ്സൊന്ന് അലിയാൻ വേണ്ടിയാടി. കള്ള് ചെല്ലുമ്പോൾ പോട്ടെ പോട്ടെ എന്നൊരു തോന്നൽ വരും. ഇല്ലെങ്കിൽ ഞാനിവിടെ കയറി വരുമ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കാണെങ്കിൽ എനിക്ക് കലിയേറും. അതല്ല, ഞാനല്ല പ്രകാശേട്ടാ വഴക്കുണ്ടാക്കിയത്. എനിക്കറിയാം. നീ ഒരു ചെവിയും ഒരു കണ്ണും അടച്ചു വെച്ചേക്ക്. പക്ഷേ പ്രകാശേട്ടൻ്റെ അമ്മ എന്നോട് കാണിക്കുന്ന തെറ്റിന് ഞാൻ അമ്മയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കേണ്ടി വരുമ്പോൾ എൻ്റെ മനസ്സിടിഞ്ഞു പോവാ. അതറിയോ പ്രകാശേട്ടനെ? എടീ, നിനക്ക് ഞാനില്ലടി. അയാൾ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. പ്രകാശേട്ടനെ ഓർത്ത് മാത്രം ഞാനെല്ലാം സഹിക്കുന്നത്. ആ, അത് മതി. നീ എന്നെ മാത്രം ഓർത്താൽ മതി. അയാളുടെ പരിണമനം ചൂടിൽ അവളുടെ ആവലാതികൾ ഉരുകിയെങ്ങനെ തീരുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ്. ഈ നോവലിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.